അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, 4ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. മദ്രസ ടൈം എന്ന് പറഞ്ഞ മദ്രസ ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തത്, വൃത്തിയുള്ള ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് വൃത്തി വേണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നഖം മുറിക്കണം. വൃത്തിയുള്ള ശരീരത്തിന് നഖം മുറിക്കണം. പിന്നെ മാരക രോഗത്തിന് കാരണമാകും. എന്താണ് മാരക രോഗത്തിന് കാരണം? വിഷപ്പുക മാരക രോഗത്തിന് കാരണമാകും. അതേപോലെ നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് നളിഫു, നിങ്ങൾ വൃത്തിയാക്കൂ, അഫ്നിയത്തക്കും, നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ നിങ്ങൾ വൃത്തിയാക്കുക. പിന്നെ നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വീട്ടിൽ കയറുമ്പോൾ നമ്മൾ വലതുകാൽ വെക്കുക, ആകെ ടോയ്ലറ്റിൽ കയറുമ്പോൾ മാത്രമേ നമ്മളോട് ഇടതുകാൽ വെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളൂ. പിന്നെ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് വൃത്തിയുള്ള കൽബിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യനെ അവൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. മിസ്വാക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് മിസ്വാക്ക് ചെയ്യുന്നത്? വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അഥവാ പല്ല് തേക്കുക എന്നുള്ളത് നമ്മളെ വൃത്തിയുടെ ഒരു ഭാഗമാണ്. പിന്നെ കുളിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. അതെന്തിനുള്ളതാണ്? ഇപ്പം നമ്മൾ വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്തിനാണ്, വൃത്തിയുള്ള പരിസരത്തിനാണ്. ഞാനൊരു വീടിൻ്റെ ചുറ്റുഭാഗം എപ്പോഴും പുല്ല് നിറഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഇലകൾ നിറഞ്ഞു കിടക്കുകയാണ്, ഞാൻ പരിപാലിക്കുന്നില്ല എന്ന് വരുമ്പോൾ അത് ആ പരിസരത്തിന് വലിയ ദോഷമായിട്ട് മാറും. പിന്നെ വിദ്യാലയം വൃത്തിയായി സൂക്ഷിക്കണം. അതെന്തിനാണ്? നമുക്ക് പിന്നെ ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമാകണം. അത് നമ്മുടെ വൃത്തിയുള്ള കൽബിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ കൽബ് നന്നായാൽ നമ്മളെ ചിന്തകളൊക്കെ എന്തായിരിക്കും? നല്ലതായിരിക്കും. നേരെ ഓപ്പോസിറ്റ് പറയാം, നമ്മളെ ചിന്തകൾ നന്നായാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായാൽ, അത് നന്മ മാത്രമായാൽ സ്വാഭാവികമായി നമ്മുടെ കൽബിനും വൃത്തിയുണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇടതുകാൽ വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. അതേപോലെ ഖുർആനിലൊരു ആയത്തുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ്. ഭൂമിയിലും പിന്നെ കടലിലും കരയിലും ഒക്കെ എന്തുണ്ടാവാൻ തുടങ്ങി? ഫസാദുകൾ ഉണ്ടാവാൻ തുടങ്ങി, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇത് ആരുണ്ടാക്കുന്നത്? മനുഷ്യന്മാരാണ്. പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി, പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് കാവൽ നേടാൻ അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി. പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, നമ്മൾ പഠിച്ചു വെക്കുക. അടുത്ത ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബന തവക്കൽന. പിന്നെയോ വൃത്തിയായി സൂക്ഷിക്കണം. എന്താണ് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്? നമ്മുടെ അടുക്കളയും ശൗചാലയങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കണം. എന്താണ്? നമ്മളെ വസ്ത്രങ്ങളും പിന്നെ പഠനോപകരണങ്ങളൊക്കെ നമ്മൾ നിശ്ചിത സ്ഥലത്ത് അടക്കി വെക്കണം. അതേപോലെ ദുർവ്യയം ഒഴിവാക്കണം. എന്ത് കാര്യങ്ങളിൽ നിന്നാണ്? വെള്ളം, ഭക്ഷണം പോലത്തെ കാര്യങ്ങളിലാണ് ദുർവ്യയം ഒഴിവാക്കേണ്ടത്. പിന്നെ ഏത് സഹാബിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമിതവ്യയം കണ്ട? ഉളെടുക്കുന്ന സമയത്ത്, ഒരുപാട് ഉളെടുത്ത സമയത്ത് നബി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? സഅദ് റളിയല്ലാഹു അൻഹുവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുർവ്യയം കണ്ടത്. സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് എന്ത്? നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന നാശകാരിയാണെന്ത്? പ്ലാസ്റ്റിക്. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ജലാശയങ്ങൾ സംരക്ഷിക്കണം. ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ മക്ക വിട്ട് നബിയും സഹാബിയും എവിടെയാണ് അഭയം തേടിയത്? പരിശുദ്ധ മദീനയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേരാണെന്ത്? അബൂ ഖുഹാഫ. ഓക്കെ. ശേഷം മുതിർന്നവർക്ക് ഭക്ഷണം നൽകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണന നൽകണം. വലിയവരോട് നമ്മൾ എന്ത് കാണിക്കണം? ആദരവ് കാണിക്കണം. മക്ക വിജയ ദിവസം ശത്രുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അവരെ ഒന്നും ചെയ്തില്ല, മറിച്ച് അവർക്ക് മാപ്പ് നൽകുകയാണ് ചെയ്തത്. അബൂ ഖുഹാഫയോട് നബി തങ്ങൾ ആദരവ് മല്ലം യഗരിഫ് സൈറന എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം. നബി തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്. ചെറിയവരോടുള്ള കരുണയും വലിയവരോടുള്ള മഹത്വം അറിയാത്ത ആളുകളൊന്നും നമ്മൾ പെട്ടവനല്ല നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിയും സഹാബികളും പോകുന്ന വഴിയിൽ കളിച്ചുകൊണ്ടിരുന്ന പേരക്കുട്ടിയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. മല്ലാ യർഹമു വലാ യുർഹമു, കരുണ കാണിക്കാത്ത ആളുകൾക്ക് കരുണ കിട്ടുകയില്ല. ഹുസൈനു മിന്നി വാന മിൻ ഹുസൈൻ എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പാഠങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഇതൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.